ഉദ്യോഗസ്ഥയായ ഒരു അമ്മയുടെ ഒരു ദിനമാണ് ഈ കാണുന്നത്. ഇനി ഡേ കെയറിൽ നിന്ന് കുട്ടി തിരിച്ചു വരുന്നതുവരെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്, ഒപ്പം ആശങ്കയും. കൊച്ചി നഗരത്തിലെ ഉദ്യോഗസ്ഥരായ വീട്ടമ്മമാർ കുട്ടികളെ ഡേ കെയറിലാക്കിയാണ് ജോലിക്ക് പോകുന്നത്. സുരക്ഷിതരാണെന്ന വിശ്വാസത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വലുതും ചെറുതുമായ ഡേ കെയറുകളിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും പലരും തിരക്കുന്നില്ല. തിരിച്ചവർ വീട്ടിലെത്തുന്നവരെ മനസ്സിലൊരു ആദ്യം തന്നെയാണ് അവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് കുറച്ച് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉടനെ വിളിച്ച് ചോദിക്കണം എന്ത് പറ്റി, എന്തുകൊണ്ടാണ് അത്രയും ഡിലേ. ആവശ്യക്കാരായി ഞങ്ങൾ പല ഡേ കെയറുകളിലായി പോയി. ചില സ്ഥലങ്ങളിൽ അകത്ത് പ്രവേശിക്കാൻ പോലും സമ്മതിച്ചില്ല. ചിലത് വീടുകളുടെ ഒറ്റമുറിയിലാണ് പ്രവർത്തിക്കുന്നത്. ആരാണ് വലുതും ചെറുതുമായ ഇത്തരം ഡേ കെയറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതെന്ന ചോദ്യവുമായി സാമൂഹ്യക്ഷേമ വകുപ്പിനെയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ ചൈൽഡ് വെൽഫെയറിനാണ് ചുമതല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു. ഒടുവിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിച്ചപ്പോഴാണ് നിലവിൽ ഡേ കെയറുകൾ തുടങ്ങുന്നതിന് കൃത്യമായ മാനദണ്ഡമോ രേഖകളോ ഒന്നും ആവശ്യമില്ലെന്നത് വ്യക്തമാകുന്നത്. പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും പഞ്ചായത്തിന്റെ അനുമതി വേണ്ടിടത്താണ് ഈ കെടുകാര്യസ്ഥത. കഴിഞ്ഞ മാസമാണ് കൊച്ചിയിലെ ഡേ കെയറിൽ നിന്ന് 2 വയസ്സുകാരൻ പുഴയിൽ വീണ് മരിക്കുന്നത്. തൊട്ടടുത്തയാഴ്ച പിഞ്ചുകുഞ്ഞിനെ സെക്യൂരിറ്റി ജീവനക്കാരൻ പീഡിപ്പിച്ചെന്ന വാർത്തയും പുറത്തുവന്നു. ആതിര അഗസ്റ്റിൻ, മീഡിയ 1, കൊച്ചി.